ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് കോഡ് ഓഫ് എത്തിക്സ്, എന്താണ് അതിലുണ്ടാവുന്ന കണ്ടന്റുകൾ എന്നുള്ളതാണ്. നമുക്ക് 4ാമത്തെ യൂണിറ്റിലോട്ട് നമ്മൾ കടക്കാണ്. 3 യൂണിറ്റ് കംപ്ലീറ്റ് ആയി. 4ാമത്തെ യൂണിറ്റിലോട്ട് വരുന്ന സമയത്ത് എന്താണ് കോഡ് ഓഫ് എത്തിക്സ്, എന്തൊക്കെയാണ് അതിലുള്ള കണ്ടന്റ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് 3 വരെ ക്ലിയർ അല്ലേ? നമുക്ക് ആ തിയറീസ് മാത്രമല്ലേ രണ്ടാമത് പറയേണ്ടതുള്ളൂ. ഓക്കെ, തിയറീസ് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് 4ാമത്തേലോട്ട് വന്നു കഴിഞ്ഞാൽ 4ാമത്തെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ കോഡ് ഓഫ് എത്തിക്സിനെ കുറിച്ചും അതിന്റെ കണ്ടന്റിനെ കുറിച്ചാണ് ഞാൻ ഇതിൽ ഇനി മുതൽ ഞാൻ മെയിൻലി കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു 4 യൂണിറ്റ് കൂടി പോകാനുണ്ട്. നമുക്ക് സമയം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഇത് കഴിഞ്ഞ് നിങ്ങൾക്കും എന്ത് ചെയ്യാം, അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, പെട്ടെന്ന് കണ്ടന്റുകൾ നിങ്ങൾ എന്തൊക്കെ ഉള്ളതെന്നുള്ളത് ഞാൻ മെയിൻലി പറഞ്ഞു പോകാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഫർദർ ആയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ലൈവ് എൻഡ് ചെയ്തിട്ട് സ്ട്രീമിന്റെ അടിയിൽ എന്ത് ചെയ്താൽ മതി, കമന്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അത് വായിച്ചു നോക്കി കൂടുതലാക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ കോഡ് ഓഫ് എത്തിക്സും അതിന്റെ കണ്ടന്റും ആണ് നമുക്ക് നോക്കാനല്ലേ. എന്താണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് എസെൻഷ്യലി സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് that establish moral standard and promote the decent behavior within a company or organization. അല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ പെരുമാറണം എന്ന് പറയുന്ന ഗൈഡ് ലൈൻസ്, സ്റ്റാൻഡേർഡ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ പെരുമാറണം എന്ന് പറയുന്നതാണ് എന്താണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, while individuals may use it for personal morality, നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഴ്സണൽ മൊറാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദ ബിസിനസ് റിലേ ഓൺ ഇറ്റ് ടു ഗൈഡ് എംപ്ലോയീസ് കണ്ടക്ട്. നമ്മൾ എന്താണ്, എംപ്ലോയി കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി നമ്മൾ ഇത് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇറ്റ് റിഫ്ലെക്ട്സ് how employees or customers or partners and supply can expect to be treated and serve as a communication tool about the organization value in to both internal and external shareholders. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെ ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരെങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി കാണുന്നതാണ് ഈ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞത്, കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞത്. ഡു ആൻഡ് ഡോൺട്സ് ഇൻ ദ എംപ്ലോയി ബിഹേവിയർ. സിമ്പിൾ ആണല്ലേ, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. ഡൂസ് ആൻഡ് ഡോൺട്സ് ഇൻ ദ എംപ്ലോയി ബിഹേവിയർ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് നോക്കാം, എക്സാമിന് ചോദിക്കാൻ പാകുന്ന ഒരു ഭാഗമാണ് എന്തൊക്കെയാണ് കോഡ് ഓഫ് എത്തിക്സിലെ കണ്ടന്റ് എന്നുള്ളത്. വാട്ട് ആർ ദ മേജർ കണ്ടന്റ് ഇൻ കോഡ് ഓഫ് എത്തിക്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കോഡ് ഓഫ് എത്തിക്സിലെ കണ്ടന്റുകൾ എന്ന് പറയുന്നത്. തിയറീസ് നമുക്ക് പറയാം കേട്ടോ. മോറൽ ഫാമിംഗ് അല്ലേ, മോറൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഹൗ എത്തിക്കൽ ഡിലേമ ആർ പ്രസന്റഡ് ഇൻഫ്ലുവൻസ് ഹൗ ഇൻഡിവിജ്വൽസ് ഇന്റർപ്രറ്റ് ആൻഡ് റിയാക്ട് ആൻഡ് യൂസിങ് ദ ടേം ലൈക്ക് പ്ലേജറിസം ഇൻസ്റ്റെഡ് ഓഫ് കട്ട് ആൻഡ് പേസ്റ്റ് ക്യാൻ അഫക്ട് ദ പെർസെപ്ഷൻ ആൻഡ് ദ മോറൽ വെയിറ്റ്. അതായത് നമ്മളൊരു കാര്യം ഏതെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യുക, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്ലേജറിസം ഉണ്ടാകും, നമ്മൾ കോപ്പി അടിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരില്ലേ. അപ്പൊ നമ്മളുടെ ആ എത്തിക്കൽ ഡിലേമ എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, ഹൗ ഓരോ ഇൻഡിവിജ്വലിന് അത് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മോറൽ ഫാമിംഗ് കൊണ്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം മെയിൻ കണ്ടന്റ് എന്തൊക്കെയാണ് കോഡ് ഓഫ് എത്തിക്സിൽ എന്നുള്ളത്. അതായത് ഒന്നാമത് പർപ്പസ് ആൻഡ് വാല്യൂ ഓഫ് ബിസിനസ്. ആ ബിസിനസിന്റെ പർപ്പസ്, വാല്യൂസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. രണ്ടാമത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എങ്ങനെയാണ് ഓരോ കാര്യത്തിന് എന്ത് ചെയ്യേണ്ടത്, മീൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ്, അവർക്കൊക്കെയുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. അതിൽ എംപ്ലോയീസിന്റെ വെൽഫെയർ ഉണ്ടായിരിക്കും, ഷെയർ ഹോൾഡേഴ്സിനുള്ള റിട്ടേൺസ് ഉണ്ടായിരിക്കും, കസ്റ്റമേഴ്സിന്റെ റിലേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സപ്ലൈസിനുള്ള പേയ്മെന്റ്സ്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരുന്നതാണ്. മൂന്നാമത്തെ സൊസൈറ്റി, ഗവൺമെന്റ് ആൻഡ് എൻവയോൺമെന്റ്. അതായത് സൊസൈറ്റിയോട്, ഗവൺമെന്റിനോട്, അതായത് ഗവൺമെന്റ് ലോസ് ആയിരിക്കാം, സൊസൈറ്റിനോടുള്ള പ്രതിബദ്ധത, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മുടെ കോഡ് ഓഫ് കണ്ടന്റിൽ വരും. പിന്നെ വരുന്നത് ഇംപ്ലിമെന്റേഷൻ പ്രോസസ്. നമ്മൾ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ആ കോഡ് ഓഫ് എത്തിക്സ് നമ്മൾ പ്രോപ്പർലി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, എല്ലാ എംപ്ലോയീസിനും ഇത് മനസ്സിലായിട്ടുണ്ടോ, അവരുടെ അവയർനെസ് ക്യാമ്പയിൻസും കാര്യങ്ങൾ, അതിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസും ഒക്കെ എന്തിൽ വരുന്ന കാര്യമാണ്, ഈ കോഡ് ഓഫ് എത്തിക്സിൽ വരുന്നതാണ്. പിന്നെ സ്കോപ്പ് ഫോർ ഫീഡ്ബാക്ക്, അതായത് ഒരു കറക്റ്റ് ഫീഡ്ബാക്ക് മെക്കാനിസം കാര്യങ്ങൾ അവിടെ ഉണ്ടോ, അത് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, അതിന്റെ
ഇവാലുവേഷനും കാര്യങ്ങളും അതിന്റെ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്നുള്ളതും എന്തിൽ വരുന്ന കോഡ് ഓഫ് എത്തിക്സിന്റെ ഭാഗമാണ്. ഇതാണ് കോഡ് ഓഫ് എത്തിക്സിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞത്. ഇത് കൂടാതെ 4 key ideas or values should be included in the organization goal. 4 കാര്യങ്ങൾ വരാറുണ്ട്. ഒന്ന് ഇന്റഗ്രിറ്റി, യൂട്ടിലിറ്റി, ജസ്റ്റിസ് ആൻഡ് കോമ്പീറ്റൻസ് ആണ്. 4 അഡീഷണൽ ഫാക്ടേഴ്സ് ആണ്. നിങ്ങളൊന്ന് ജസ്റ്റ് എന്താ ചെയ്യുക, അഡീഷണലി നോട്ട് കിട്ടുമ്പോൾ വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ എ കോഡ് ഓഫ് എത്തിക്സ് ഷുഡ് ഹാവ് എസെൻഷ്യൽ കമ്പോണന്റ് ആയിട്ട് റെലവൻസി, കോർ വാല്യൂ, പ്ലെയിൻ ലാംഗ്വേജ്, സ്പെസിഫിക് ഡയറക്ഷൻ. കറക്റ്റ് ഡയറക്ഷൻസ് കാരണം പ്ലെയിൻ ലാംഗ്വേജ് എല്ലാവർക്കും മനസ്സിലാവുന്ന ലാംഗ്വേജ് യൂസർ, അതിന്റെ കോർ വാല്യൂസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. എന്താണ് ലീഗൽ അല്ലെങ്കിൽ റെഗുലേറ്ററി ആയിട്ടുള്ള ഇഷ്യൂസ്, അത് കാര്യങ്ങളൊക്കെ എത്തിക്കൽ ബിഹേവിയറിലും ഒക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കോർ വാല്യൂസും കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അത് റെലവൻസി ഉണ്ടായിരിക്കാം. എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എവിടെ വരേണ്ടത്, നമ്മളുടെ കോഡ് ഓഫ് എത്തിക്സിൽ വരേണ്ടത്. ഇതാണ് മെയിൻലി എന്ത് പറഞ്ഞത്, കോഡ് ഓഫ് എത്തിക്സിന്റെ കമ്പോണൻസ് ചോദിച്ച് എഴുതേണ്ട. അതിൽ മെയിൻലി എന്ത് കോഡ് ഓഫ് എത്തിക്സ് ഷുഡ് ബി ഹാവ് എസെൻഷ്യൽ കമ്പോണൻസ് ആണ് ഇത് പറയുന്നത്. ഇത് കൂടാതെ ഒരു കീ കമ്പോണൻസ് ആയിട്ട് ഒരു 4 പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 5 മാർക്സിനൊക്കെ എന്ത് ചെയ്യാം, കോഡ് ഓഫ് എത്തിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നമുക്ക് എഴുതി വെക്കാം കേട്ടോ. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു ഇതിൽ നോക്കേണ്ടത്. പിന്നെ എത്തിക്സ് കമ്മിറ്റി എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. എന്താണ് എത്തിക്സ് കമ്മിറ്റി, എന്താണ് എത്തിക്സ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. എന്താണ് എത്തിക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്തിക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇന്റേണൽ കമ്മിറ്റിയാണ്. ഒരു ഓർഗനൈസേഷൻ തന്നെ സെറ്റപ്പ് ചെയ്യുന്ന ഒരു ഇന്റേണൽ കമ്മിറ്റി ആണെന്ന് പറഞ്ഞ എത്തിക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ്റ്റൻ ടു കമ്പോസ്ഡ് ഓഫ് ഇൻഡിപെൻഡന്റ് മെമ്പർ ആയിരിക്കും. ഇൻഡിപെൻഡന്റ് മെമ്പർ ആയിട്ടാണ് നമ്മൾ ഒരു എത്തിക്സ് കമ്മിറ്റിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് എ ഫോർമേഷൻ സിഗ്നൽസ് ദ ബോർഡ് കമ്മിറ്റ്മെന്റ് ടു പ്രൊമോട്ടിംഗ് മോറൽ റെസ്പോൺസിബിൾ ബിഹേവിയർ ആൻഡ് റേസിംഗ് അവയർനെസ് ഓഫ് ദ കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസ്. അപ്പോൾ ആ ഒരു കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിന്റെ അവയർനെസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി എന്താണ് ഈ എത്തിക്സ് കമ്മിറ്റീന്റെ ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലെ കമ്പനീസിന്റെ എയിംസ്, വിഷൻസ്, സ്ട്രാറ്റജീസ്, വാല്യൂസ് അതൊക്കെ ഷേപ്പ് ചെയ്യുക, അതൊക്കെ കോഡ് ഓഫ് എത്തിക്സിലോട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു എത്തിക്സ് കമ്മിറ്റി ആയിരിക്കും. ഈ എത്തിക്സ് കമ്മിറ്റീന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള എന്താണ് ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിവ്യൂ ഓഫ് ദ ഡെഫിനിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയർ. നമ്മളുടെ ആ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ റിവ്യൂ, അതിന്റെ ഡെഫിനിഷൻ എന്താണ് അത് പറഞ്ഞില്ലേ. ഇപ്പോൾ ഒരു എത്തിക്സ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കാര്യം ചെയ്യരുത് എന്നുള്ള പറയാൻ അത് എന്താണെന്ന് നോക്കുക, അത് എത്രമാത്രം റെലവെന്റ് ആണെന്ന് നോക്കുക, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത്, അതൊക്കെ എന്താണ് ഇതിന്റെ ഒരു എന്താണെന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ഫെസിലിറ്റേറ്റ് കംപ്ലൈൻസ്. എന്താണ് കമ്മിറ്റിയുടെ ഒരു റെസ്പോൺസിബിൾ ആണ് എന്താണ് ഓവറോൾ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ബിസിനസ് എത്തിക്സ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് ദ കമ്മിറ്റി ഈസ് റെസ്പോണ്ട് ഫോർ എൻഷുറിംഗ് ഓവറോൾ കംപ്ലൈൻസ് വിത്ത് ദ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ് ആൻഡ് പ്രോസസ്. കറക്റ്റ് അതിനനുസരിച്ചാണോ നടക്കുന്നത്. അപ്പോൾ ഫൈനൽ അതോറിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഇന്റർപ്രിട്ടേഷൻസ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും റെക്കമെൻഡേഷൻ ആണെങ്കിലും ഇംപ്രൂവ്മെന്റ് ആണെങ്കിലും ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആരുടെ ഫംഗ്ഷൻ ആണ്, ഇത്തരത്തിലെ ഒരു ബിസിനസ് എത്തിക്സ് കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആണ്. പിന്നെ ഡ്യൂ ഡെലിഗൻസ് ഓഫ് പെർസ്പെക്റ്റീവ് എംപ്ലോയീസ്. അതായത് ദ എത്തിക്സ് കമ്മിറ്റി ഷുഡ് കണ്ടക്ട് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ആപ്ലിക്കൻസ് ആൻഡ് എംപ്ലോയീസ് ഇൻ ദ പൊസിഷൻ ഓഫ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി ടു മിറ്റിഗേറ്റ് റിസ്ക് ഒക്കെ മിറ്റിഗേറ്റ് ചെയ്യുന്നത് അവർ എന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് എന്ത് നടത്തണം, ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളും നടത്തണം. അത് ഫോർ ആപ്ലിക്കൻസ് ആയിരിക്കാം അല്ലെങ്കിൽ എംപ്ലോയീസ് പൊസിഷൻസ് ആയിരിക്കാം. അപ്പം ഇതിലെന്താ പറയുക, കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ അടിസ്ഥാന റൈറ്റ് ആപ്ലിക്കൻസിന് എംപ്ലോയീസിന് നമുക്ക് ആ ഓർഗനൈസേഷൻ്റെ നീഡ്സ് അനുസരിച്ച് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എത്തിക്സ് കമ്മിറ്റിക്ക് സാധിക്കും. അതാണ് അടുത്തൊരു ഫംഗ്ഷൻ. പിന്നെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ്, എത്തിക്സിൻ്റെമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. അത് നമ്മളുടെ എന്താണ് ഒരു ഫംഗ്ഷൻ ആണ്. ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് മോണിറ്റർ ആൻഡ് ഓഡിറ്റ് കംപ്ലൈൻസ്. അതായത് എക്സൈസ് കമ്മിറ്റി ഷുഡ് എസ്റ്റാബ്ലിഷ് എ റെഗുലർ ഇവാലുവേഷൻ ഓഫ് ടെക്നിക് ടു എൻഷുർ ദ ഓർഗനൈസേഷൻ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജി അലൈൻസ് വിത്ത് എത്തിക്കൽ സ്റ്റാൻഡേർഡ്. നമ്മളുടെ ഓർഗനൈസേഷൻ ഗോൾസ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അത് എത്തിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്, അത് അൺഎത്തിക്കലായിട്ട് ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക, അതിനെ ഓഡിറ്റ് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയി സ്റ്റഡി നടത്തുക ഒക്കെ ചെയ്യുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്, ഈ ഒരു എത്തിക്സ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. എന്താണ് എത്തിക്സ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് പറയാം.
നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഓഫ് ഡിസിപ്ലിനറി മെക്കാനിസം, ഒരു കറക്റ്റ് ആയിട്ടുള്ള എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യുന്ന ഒരു ഡിസിപ്ലിനറി മെക്കാനിസം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു എത്തിക്കൽ കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് അനാലിസിസ് ആൻഡ് ഫോളോ അപ്സ്. എത്തിക്കൽ കമ്മിറ്റി ആണ് എന്ത് ചെയ്യുക, ഓരോ ഒരു നമുക്കറിയാം എത്രയൊക്കെ എത്തിക്സും കാര്യങ്ങളും ഫോളോ എന്തെങ്കിലുമൊക്കെ വയലേഷൻസും കാര്യങ്ങളും, അപ്പൊ അത് എന്തുകൊണ്ട് ഉണ്ടായി, എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ, എങ്ങനെ നമുക്ക് ഫ്യൂച്ചറിൽ ഇല്ലാതാക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യുകയും അതിനെ ഫോളോ അപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, എത്തിക്സ് കമ്മിറ്റിക്കാണ്. അതും ഓർത്ത് വയ്ക്കാം. ഇതാണ് എത്തിക്സ് കമ്മിറ്റിയെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ലോ എൻഫോഴ്സിങ് എത്തിക്കൽ കോഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്തിക്കൽ കോഡ് എൻഫോഴ്സ് ചെയ്യുന്ന ലോസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാല്ലേ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റ് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അതായത് എങ്ങനെ എഗ്രിമെന്റ്സും കാര്യങ്ങളും ആയിരിക്കാം, എങ്ങനെ ലോയുടെ മുമ്പിൽ ഒരു എഗ്രിമെന്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾ സൗണ്ട് കേൾക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഈ മൈക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആരും പോവരുത്, ഒരു സിംഗിൾ മിനിറ്റ്സ് നമുക്ക് മൈക്ക് ഒന്ന് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ മൈക്ക് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഇനി സൗണ്ട് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയണം. രണ്ട് മൈക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്ത് പുതിയ വെച്ചിട്ടുണ്ട്. സോ സൗണ്ടിന് ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയും സൗണ്ട് ഓക്കെ ആണപ്പോ. എല്ലാവരും പെട്ടെന്ന് അവിടെ സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇന്ത്യയില് എന്താണ്, ഇന്ത്യയിൽ അല്ലെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഇന്ത്യയിൽ എന്തൊക്കെയാണ് എത്തിക്കൽ കോഡിനെ അല്ലെങ്കിൽ ലോ എൻഫോഴ്സിങ് എത്തിക്കൽ കോഡ്, ഏതൊക്കെയാണ് എത്തിക്കൽ കോഡ് സെറ്റ് ചെയ്യില്ല ലോസ് എന്നുള്ള. അതിൽ ഒന്നാമത്തെ പറയുന്നത് ഏതാണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. ഏതാണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് ഫസ്റ്റ് വൺ. ഈ ഒരു ആക്ട് പ്രകാരമാണ് നമ്മൾ എങ്ങനെ കോൺട്രാക്റ്റും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടണം എന്നുള്ളതൊക്കെ പഠിച്ചാൽ ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ് അല്ലെ 1872. അപ്പോൾ നമ്മളെ മ്യൂച്വൽ ഒബ്ലിഗേഷൻസ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് പാർട്ടീസിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ്, എങ്ങനെ നമ്മൾ ലോഫുൾ ആയിട്ട് ഫെയർ ആയിട്ടുള്ള കൺസിഡറേഷൻ കൊടുക്കണം, എന്താണ് ഫ്രീ കൺസെന്റ്, കോമ്പിറ്റൻസ് ഓഫ് പാർട്ടീസ് എന്തൊക്കെയാണ്, നമ്മൾ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു കോൺട്രാക്ട് വാലിഡ് ആണെങ്കിൽ അതിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടല്ലേ, ഇതൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ എൻഫോഴ്സ് ചെയ്യുന്ന ഏതിലൂടെ ആയിരുന്നു, ഈ ഒരു ലോയിലൂടെ. അതാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അപ്പൊ ഇതാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. രണ്ടാമത്തത് ഏതാണ്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ പാർട്ട്ണർഷിപ്പിന്റെ ഫ്രെയിം വർക്കും കാര്യങ്ങളാണ് വരുന്നത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനുമായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. മൂന്നാമത്തെ ഫാക്ടറീസ് ആക്ട് 1942. 1948 ഫാക്ടറീസ് ആക്ട്. ഇതെന്താണ്, ദിസ് ആക്ട് ഫോക്കസ് ഓൺ ദ വെൽഫെയർ ആൻഡ് സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്. വെൽഫെയറിലെ ഈ ഒരു എത്തിക്സൽ കോഡിൽ എന്താണ് ഈ ഒരു ഫാക്ടറീസ് ആക്ടിന്റെ വെരിഫിക്കേഷൻ, നമുക്കറിയാം അവിടെ മെയിൻലി എംപ്ലോയീസിന്റെ വെൽഫെയറും കാര്യങ്ങളും പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, നല്ല വെൽഫെയർ കൊടുക്കണം, അതുപോലെ നല്ല സാലറി കൊടുക്കണം, കോമ്പൻസേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പൊ ആ ഒരു വർക്കേഴ്സിന്റെ സേഫ്റ്റി, അവരുടെ വെൽഫെയർ ഒക്കെ പറയുന്നതാണ് 1948 ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് പ്രൊവിഷൻ ഫോർ വർക്കിംഗ് ഹവേഴ്സ്, ലീവ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്. ഇതൊക്കെ എന്തിൽ ഇൻക്ലൂഡ് ആണ്, ഫാക്ടറി ആക്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് 2013 കമ്പനീസ് ആക്ട്. ഇപ്പൊ പുതിയ കമ്പനീസ് ആക്ട് ആണ് 2013, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ എന്തുണ്ട്, ഇറ്റ് എൻഹാൻസ് കോർപ്പറേറ്റ് ഗവേൺസ് ബൈ അഡ്രസ്സിംഗ് ഡിഫിഷ്യൻസീസ് ഇൻ ദ പ്രീവിയസ് 1950. 1956 ഡെഫിഷ്യൻസീസ് ഒക്കെ മറികടന്നുകൊണ്ട് കോർപ്പറേറ്റ് ഗവേൺസും കാര്യങ്ങളൊക്കെ 2013 കമ്പനീസ് ആക്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കണം, അവരെ എംപവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. 2013 കമ്പനീസ് ആക്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ 2013 കമ്പനീസ് ആക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു CSR അല്ലെങ്കിൽ ഫീച്ചറാണ്
കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ്. അപ്പൊ ആ കാര്യങ്ങളും അതിന്റെ ബോർഡ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തതിലൂടെയാണ് കമ്പനീസ് ആക്ടിലൂടെയാണ് നമുക്ക് പറയാൻ സാധിക്കും. അതാണ് 2013 കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് വരുന്ന കോമ്പറ്റീഷൻ ആക്ട് ആണ് 2002 കോമ്പറ്റീഷൻ ആക്ട്. ദിസ് ലെജിസ്ലേഷൻ പ്രൊമോട്ട് ദ ഫെയർ കോമ്പറ്റീഷൻ. നമുക്കറിയാം കോമ്പറ്റീഷൻ കൂടുമ്പോൾ നമ്മൾ പറയേണ്ട അൺഎത്തിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻസും കാര്യങ്ങളും കൊണ്ടുവരണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മള് മൊണോപ്പൊളീസും അതുപോലെ തന്നെ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസും ആക്ട് ഒക്കെ ഉണ്ടായിരുന്നു 1960. അതൊക്കെ വെച്ചിട്ടുള്ളതാണ് എന്താ പറയുക കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞത്. ഇതും എന്താണ് നമ്മളുടെ എത്തിക്കൽ കോഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ലോ ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് വൺ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ EPA 1986 നിലവിൽ വന്നിട്ടുള്ള ആക്ട് ആണ് EPA എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഒരു സൊസൈറ്റി നിലനിൽക്കുന്നതാണ് അവിടുത്തെ എൻവയോൺമെന്റിലാണ്. അപ്പൊ ആ എൻവയോൺമെന്റ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക പ്രവർത്തിക്കുക എന്നുള്ളത് ആ ഒരു സൊസൈറ്റിയുടെ കൂടി എന്താണ് ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ ഒരു ആക്ടില് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഫ്രെയിംവർക്കാണ്. എൻവയോൺമെന്റ് ഗവേണൻസ് ആയിരിക്കാം, അതുപോലെ തന്നെ എങ്ങനെ നമ്മളുടെ വാട്ടർ, എയർ, ബയോഡൈവേഴ്സിറ്റി ഇതുമായിട്ട് നമ്മൾ ആ ഓരോ ബിസിനസ്സും എത്തിക്കലി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഇൻ 1986 പറയുന്നുണ്ട്. അതാണ് എന്തെന്ന് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പൊ ഈ ഒരു ആക്ടുകളൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഓവർവ്യൂ ഉണ്ടാക്കി വെക്കാം. ഡീറ്റെയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല എങ്കിൽ നമ്മുടെ ഓവർവ്യൂ ഉണ്ടാക്കി വെക്കണം. ഏതൊക്കെയായിരുന്നു ആക്ട്? ഇന്ത്യൻസ് കോൺട്രാക്ട് ആക്ട് 1872, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്, ഫാക്ടറീസ് ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പറയാൻ വിട്ടുപോയി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി 2019 വന്നാണല്ലേ. അപ്പോൾ കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ് അതിനെ വയലേറ്റ് ചെയ്യുന്ന അൺഫെയർ ആയിട്ടുള്ള ബിസിനസ് പ്രാക്ടീസും കാര്യങ്ങളും വന്നു കഴിഞ്ഞ തെറ്റായ പരസ്യങ്ങൾ ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ് കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് എന്ത് ചെയ്യണം നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു ആക്ട് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് ആയിരുന്നു 2013. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കോമ്പറ്റീഷൻ ആക്ട് ആയിരുന്നു 2002 കോമ്പറ്റീഷൻ ആക്ട്. അതിനുശേഷം നമ്മൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതാണ് 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ. ഇതാണ് നമ്മൾ മെയിൻലി എന്ത് ചെയ്യുന്നത് കോഡ് ഓഫ് കണ്ടക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ലോസ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ തരുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനോട് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. ശരിക്കും നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്തിൽ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ഓവറോൾ ആയിട്ട് തരുന്നുണ്ട്. നിങ്ങൾ ഈ ഇൻഡെപ്ത് ആയിട്ട് ഇത് വായിച്ച് പഠിക്കുക കേട്ടോ.